ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയും ഈസി ചട്നിയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടുകടല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഒരുപാട് അങ്ങ് കളറ് മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു പാകത്തിൽ മതിയാകും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചമ്മന്തിക്ക് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഇതിങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നത് കട്ടയായി പോവും. അപ്പം അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മുടെ എടുക്കുന്ന അരിപ്പൊടിയുടെയൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ 1.5 കപ്പോളം വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഇത്രയും ലൂസാക്കി വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ദോശ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ, എങ്കിലേ ഇതുപോലെ ഹോൾസൊക്കെ വന്ന് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിലും ഒരു 2 മിനിറ്റ് കൂടുതൽ എടുക്കും കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഒരു വശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതാ ദോശ റെഡിയായിട്ടോ. അപ്പോൾ ഈ രീതിയിൽ റെഡിയാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തലേദിവസം അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ രാവിലെ മാവൊക്കെ കലക്കി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാം കേട്ടോ.